ടിക്കറ്റ് എനിക്ക് അങ്ങനെ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ പോയി ആ ഭാഗത്ത് നിന്ന് തന്നെ എടുത്തത്. ഓണം മെമ്പർ നേരത്തെ ഒരു ചെറിയ നമ്പറിന് പ്രൈസ് നഷ്ടപ്പെട്ടു. എൻ്റെ തൊട്ടടുത്ത നമ്പറിൽ നിന്നായിരുന്നു നഷ്ടപ്പെട്ടു പോയി. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് ലോട്ടറി കാണിച്ചാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, നാട്ടുകാർക്കറിയാം ഇത് നമുക്ക് കിട്ടിയാൽ അവർക്ക് ഒരു ഹെൽപ്പ് ഉണ്ടാവും എന്നുള്ള കാര്യം അവർക്കറിയാം. അവരാരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായിക്കാനോ അതിനുള്ള താല്പര്യം എൻ്റെ മോനുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോട്ടറി എടുത്തങ്ങ് അഡിക്റ്റ് ആവരുതെന്നും. നമസ്കാരം. പൂജ ബെമ്പർ 12 കോടി അടിച്ച ഭാഗ്യശാലിയെ തിരക്കി കഴിഞ്ഞ 2 ദിവസങ്ങളായി മാധ്യമങ്ങൾ ഓടുകയായിരുന്നു. കായംകുളത്തെ ഏജൻസിയിൽ നിന്നായിരുന്നു ആ ടിക്കറ്റ് എടുത്തത്. ഇന്ന് ആ ഭാഗ്യശാലിയെ കണ്ടെത്തിയിരിക്കുന്നു. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിയായിട്ടുള്ള ദിനേശ് കുമാറാണ് ആ ഭാഗ്യശാലി. ഇന്ന് അദ്ദേഹം ടിക്കറ്റ് ബാങ്കിലെത്തി കൈമാറി ആ ഒരു സന്തോഷത്തിലാണ്. ദിനേശ് ചേട്ടൻ്റെ വീട്ടിലാണ്. ചേട്ടാ, വലിയൊരു ഭാഗ്യദേവത കടാക്ഷിക്കുന്നു, എന്താണ് പറയാനുള്ളത്? നമ്മൾ കായംകുളത്ത് നിന്ന് എടുത്ത ടിക്കറ്റാണെങ്കിലും അവരുടെ ഏജൻസി കൊല്ലത്ത് നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. സമ്മാനം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്നായിരുന്നു ഈ ടിക്കറ്റ് എടുത്തത്? ടിക്കറ്റ് എടുത്തിട്ട് യാത്ര പോയ അല്ല, ഒരു മാസം മുമ്പ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തന്നെ ഞാൻ കൊല്ലത്തേക്ക് പോയതാണ്. ആ അവസരത്തിലാണ് അല്ല, ടിക്കറ്റ് എനിക്ക് അങ്ങനെ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ പോയി ആ ഭാഗത്ത് നിന്ന് തന്നെ എടുത്തത്. ഇത് ഒരുപാട് വട്ടം ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ അടൂർ ഭാഗത്തു നിന്നും അങ്ങനെ എടുത്തിട്ടുണ്ട്, കായംകുളം നിന്ന് എടുത്തിട്ടുണ്ട്, ഓച്ചിറയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിനൊക്കെ ചെറിയ ചെറിയ പ്രൈസുകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഓണം മെമ്പർ നേരത്തെ ഒരു ചെറിയ നമ്പറിന് പ്രൈസ് നഷ്ടപ്പെട്ടു. നമ്മൾ ഈ ഭാഗ്യശാലികളുടെ അടിച്ച വാർത്തയെ കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അത് നമ്മുടെ ചുങ്കത്ത് ജോലി ചെയ്തവർക്കായിരുന്നു അന്ന് പ്രൈസ്. ഓണം മെമ്പർ കരുനാഗപ്പള്ളി അടിച്ച്. അതിൽ എനിക്ക് നമ്പർ എൻ്റെ തൊട്ടടുത്ത നമ്പറിൽ നിന്നായിരുന്നു നഷ്ടപ്പെട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബുക്കായിട്ട് എടുക്കുന്നത് 10 വീതമുള്ള ബുക്ക് DC ഇട്ട് എടുക്കും. DC ഇട്ട് എടുക്കുമ്പോൾ നമുക്ക് ഏജൻറ്റിന് കൊടുക്കുന്ന ആ രസീതും നമുക്കതിൻ്റെ ആ റേറ്റ് കൂടെ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് 600 സംതിങ് രൂപ ആ 10 ടിക്കറ്റ് വിൽക്കുമ്പം ഒരു കച്ചവടക്കാരന്. കേരള സർക്കാർ ചെയ്യുന്ന നല്ലൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ടിക്കറ്റ് വിൽക്കുമ്പം തന്നെ ഒരു സാധാരണക്കാരന് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗം അവിടെ ആവുകയാണ്. ഒരു 2-3 കിലോമീറ്റർ നടക്കാൻ ആരോഗ്യശേഷി ഇല്ലാത്തവർക്ക് പോലും ഈ ഒരു വരുമാനമാകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോട്ടറി എടുത്തങ്ങ് അഡിക്റ്റ് ആവരുതെന്നും, ഈ ലോട്ടറി എടുക്കാൻ വേണ്ടി ജോലിക്ക് പോയിട്ട് ലോട്ടറി എടുക്കുക, മദ്യപിക്കുക, അങ്ങനെ ചെയ്യരുതെന്നുള്ളത് എനിക്ക് അവരോട് അങ്ങനെ എടുക്കുന്നവരോട് പറയാനുള്ളത്. ലോട്ടറി എടുക്കുന്നതുകൊണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ പ്രൈസ് അറിഞ്ഞപ്പോൾ ഈ ടിക്കറ്റ് ഈ നറുക്കെടുപ്പ് സമയത്ത് ഇത് നോക്കിയിരുന്നു, വാച്ച് ചെയ്തിരുന്നു? TV യിലൂടെയൊക്കെ ലൈവ് ആണല്ലോ. ഞാൻ ഒരു നറുക്കെടുത്ത് ഒരു 3/4 മണിക്കൂറിനകത്ത് തന്നെ ഞാൻ നോക്കിയായിരുന്നു. പിന്നെ മൊബൈൽ ആപ്പുണ്ട്, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും. അതിന് തന്നെ പ്രൈസ് ഉണ്ടെന്നറിഞ്ഞു. പിന്നെ ഇവിടുത്തെ കല്യാണം ആയതുകൊണ്ട് പിന്നെ അപ്പോഴത്തേനും സമയം 3:30 കഴിഞ്ഞുകൊണ്ട് പിന്നെ അന്ന് എല്ലാ കാര്യങ്ങളും നടക്കത്തില്ല. ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഞാൻ പോട്ടെ, അടുത്ത ദിവസം കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യാമെന്നും പറഞ്ഞു. കായംകുളത്തെ ഏജൻസിക്ക് അടിച്ച് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഭാഗ്യശാലി എവിടെയാണ്, കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. ചേട്ടൻ ഇത് കാണുന്നുണ്ടായിരുന്നു? ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതിനകത്ത് പേരും എൻ്റെ പറയുന്നുണ്ടായിരുന്നു, ദിനേശ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവർ പറയുന്നുണ്ട് ദിനേശ് വഴിയോടെ കച്ചവടക്കാരനാണ് മേടിച്ചതെന്നൊക്കെ പറഞ്ഞു. അന്നേരം എനിക്ക് ഒന്നുകൂടെ ഞാൻ നമ്മളിലേക്ക് അന്നൂടെ ഉറപ്പിച്ച്, എന്നുവെച്ചാൽ ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികളുടെ അങ്ങനെയുള്ളവരുടെ ഒന്നും പേരുകളൊന്നും ഈ ഏജൻറ്റുമാരിൽ വരാറില്ല. അതുകൊണ്ട് ഈ ഒറ്റ പേരൊക്കെ ഉള്ളു. അങ്ങനെ അയത്തിലുള്ള ആളുടെ പേരായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പോയ ടിക്കറ്റ് അവർ അറിയാൻ പറ്റും. അന്നേരം ആ ടിക്കറ്റ് അല്ലെന്നുള്ള കാര്യം അവർ എഴുതുകയും ചെയ്തു. പിന്നെ കായംകുളത്തെ എടുത്ത ടിക്കറ്റ് ആണെങ്കിലും അത് കൊല്ലത്താണ് വിറ്റത്. അവർക്ക് 60ഓളം ബ്രാഞ്ചുകളുണ്ട്. പഴയ ജനാർദ്ദനൻ നായരുടെ മക്കളാണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ അറിയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാവിലെ ആയപ്പം കുട്ടികളോട് പറഞ്ഞു ഇന്ന് സ്കൂളിൽ പോകേണ്ട, നമ്മൾ കല്യാണത്തിന് പോകുന്ന പറഞ്ഞു. തൊട്ടടുത്ത് നമ്മുടെ സുഹൃത്തിൻ്റെ മോടെ കല്യാണമായിരുന്നു. അന്നേരം അവരും കല്യാണത്തിന് പോകാമല്ലോ എന്ന് ഉദ്ദേശിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ സ്കൂൾ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ. അന്നേരം അവർക്ക് വിശ്വാസമല്ല. പിന്നെ ഞാൻ ലോട്ടറി എടുത്ത് കാണിച്ച് സ്കാൻ ചെയ്ത് കാണിച്ചപ്പോഴാണ് അവർക്ക് വിശ്വാസം. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അന്നേരം അങ്ങോട്ട് പോവുകയും ചെയ്തു. നാട്ടുകാർക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കിരീടം വെക്കുന്നു, തൊപ്പി വെക്കുന്നു, യാത്രയിൽ വലിയ അല്ല, നാട്ടുകാർക്കറിയാം ഇത് നമുക്ക് കിട്ടിയാൽ അവർക്ക് ഒരു ഹെൽപ്പ് ഉണ്ടാവും എന്നുള്ള കാര്യം അവർക്കറിയാം. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം അറിയാം. സാധാരണ ലോട്ടറി അടിക്കുന്നവർ പറയുന്ന ഒരു
കഷ്ടപ്പാടുകളുണ്ട്. അവർ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് വീടുകളിലെത്തി മുമ്പ് ലോട്ടറി അടിച്ചവർ പറയുന്നത്. പിന്നെ ഇത് ചിലവാക്കുന്ന ഒരു മെത്തേഡ് പറയുന്നുണ്ട്. ഒരുപാട് ചിലവാക്കി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് മണി മാർക്കറ്റിൽ ഇറക്കി തകരുന്നവരുണ്ട്. ചേട്ടന് ഈ ഒരു സുരക്ഷിതമായ തുക കൊണ്ട് എന്തൊക്കെയായിരിക്കും ജീവിതത്തിൻ്റെ ഒരു സുരക്ഷിതമായിട്ട് എന്തൊക്കെ പ്ലാനിങ് ഉണ്ട്? അല്ല, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കൈകാര്യം ചെയ്യേണ്ടതിന് രീതിയുണ്ട്. അതെ, അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ലോട്ടറി അടിക്കുന്നതല്ല. ഇപ്പം ഗൾഫിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിക്കൊണ്ട് നാട്ടിൽ ബിസിനസ് ചെയ്യുമ്പം തന്നെ പൊട്ടിപ്പോകുന്ന ആവശ്യം പോലെ ആൾക്കാരുണ്ട്. അന്നേരം അത് ചെയ്യേണ്ട രീതി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ലോട്ടറി അല്ല, ഇനി ഏത് പൈസ എന്ന് പറഞ്ഞാലും നഷ്ടപ്പെട്ടു. അതിൻ്റെ അത് ചെയ്ത് ആ ഒരു ഇതിലേക്ക് എത്തുന്നിട വരെ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ആർക്കെങ്കിലും സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിലും ഇപ്പം 10 പേർക്ക് വീട് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പൈസ മൊത്തം നഷ്ടപ്പെട്ടു. നമ്മളിപ്പം അങ്ങനെയുള്ള സേവനങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ലോണ് കുറച്ച് പൈസ അടയ്ക്കാണ്ട് അത് പുതുക്കി വെക്കാൻ, അത് മൊത്തം ക്ലോസ് ചെയ്താൽ പുതുക്കി വെക്കാൻ പറ്റും, അവർക്കൊരു സഹായം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ എമൗണ്ട് കൊടുക്കും, അവർ പുതുക്കി വെച്ച് തിരിച്ചു തരും. അല്ലെങ്കിൽ ഒരു വസ്തു എഴുതാൻ പൈസ കുറവുണ്ട്, ആ പൈസ നമ്മൾ കൊടുക്കുന്നു, അവർ വസ്തു എഴുതി കഴിയുമ്പോൾ ലോൺ എടുത്ത് തിരിച്ചു തരുന്നു. അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടും ആൾക്കാരെ സഹായിക്കാൻ പറ്റും. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ഏറ്റവും ദുർബലരായിട്ടുള്ള ആരെങ്കിലും മനസ്സിലുള്ളവരുണ്ടോ? നമുക്ക് എനിക്ക് കുറേ ആൾക്കാരെ നേരത്തെ തന്നെ നമുക്ക് ലിസ്റ്റിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ സാമ്പത്തിക മേഖലയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ട് അവർ പ്രതിസന്ധി നേരിട്ട് ഒരു ശുദ്ധരായ ആൾക്കാരായിരുന്നു, പറ്റിച്ചുകൊണ്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അന്നേരം അങ്ങനെ 1-2 പേരുടെയൊക്കെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു വലിയ മനസ്സ് അല്ലേ? എല്ലാ ലോട്ടറി അടിക്കുമ്പോൾ എല്ലാ ഭാഗ്യശാലികളും പറയുന്ന ഒരു മാനദണ്ഡമാണ് സഹായിക്കണം, കുറച്ച് കരുതൽ വേണം, കുറച്ചധികം കരുതൽ വേണമെന്നുള്ളത്. ആ ഒരു കരുതൽ എപ്പോഴും കരുതലെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഈ എമൗണ്ട് എടുത്ത് എല്ലാവരും കൂടെ സഹായം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒന്നും ഇല്ലാതെ വരും. ഇത് അവിടെ നിർത്തിക്കൊണ്ട് തുടർച്ചയായി സഹായം ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ കിട്ടുന്ന മൂല്യത്തിൽ നിന്നെടുത്ത് സഹായങ്ങൾ ചെയ്യാൻ തന്നെ. ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തെ ഭാഗ്യശാലിയാണെങ്കിലും ഒരു ഓട്ടോ ഓടിക്കുന്നൊരു ചേട്ടനായിരുന്നു. കൊച്ചിയിലും ഇതിനു മുമ്പ് ഒരു ഓട്ടോ തൊഴിലാളിക്കാണ് ഈ ഭാഗ്യം. ഇവരെല്ലാം ഒരു കരുതലിലൂടെ മുന്നോട്ട് പോകുന്നു. ഇതേ ഒരു പാത തന്നെ പിന്തുടരാനുള്ള ഒരു അതേ രീതി തന്നെയാണ്. ഇപ്പം നമുക്കിപ്പോൾ ഈ ലോട്ടറിയുടെ അല്ലെങ്കിലും നമ്മൾ ജീവിച്ചു പോകുന്ന ചുറ്റുപാട് തന്നെ ജീവിച്ചു പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏത് മേഖലയിലായിരുന്നു ജോലി? എനിക്ക് അച്ഛന് ഇഷ്ടിക കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ മെറ്റീരിയൽ ചെളി കിട്ടാനില്ലാതായപ്പം നമ്മൾ ഫാമിലേക്ക് മാറി. അപ്പം അത്യാവശ്യം ചില സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നുണ്ട്, ഫാം കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ. ഫാമിലി അച്ഛന്, അമ്മ, വൈഫ്, 2 മക്കളാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭർത്താവ് ഒരു സുപ്രഭാതത്തിലൊരു ഭാഗ്യദേവത കടാശിക്കുന്നു. എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? എനിക്ക് സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. അതെല്ലേ, ഇത് ചേട്ടൻ കൂടെ കിടക്കുമ്പോൾ പോലും ഇത് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞില്ല. ഇന്നലെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല ഞാൻ. അന്നേരം പിന്നെ അത് മൊബൈലിനകത്ത് കാണിച്ചു തന്നു. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് ലോട്ടറി കാണിച്ചാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ലോട്ടറി കാണിച്ചു തന്നു. അന്നേരമാണ് വിശ്വാസമായത്. പിന്നെ പറഞ്ഞു മക്കളെ സ്കൂളിൽ വിടേണ്ട, നമുക്ക് കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞു. അന്നേരം സ്കൂൾ ടൈം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെ നമുക്കിതുപോലെ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു. വിശ്വാസികളാണല്ലേ, ഈശ്വര വിശ്വാസികളാണ്. ഒരു ഈശ്വര തുണയുണ്ട് അങ്ങനെയുള്ള ഒരു. അമ്മയൊക്കെ എപ്പോഴും എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോവുകയൊക്കെ ചെയ്യുന്നത് അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമുക്കിപ്പോൾ ഇത് കിട്ടിയെന്നാണ് ഒരു ഭാഗ്യം എത്തി എന്നുള്ളത്, വീട്ടിലേക്ക് എത്തി എന്നുള്ളത്. അവരിത് കിട്ടുന്നതിനകത്ത് നമുക്ക് വളരെ സന്തോഷം. അവരുടെ ജീവിതം നല്ലോണം ജീവിക്കാൻ വേണ്ടി നമുക്ക് വളരെ സന്തോഷമുള്ളൂ. അവർ മുന്നോട്ട് പോട്ടെ. ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കട്ടെ. അവരാരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായിക്കാനോ അതിനുള്ള താല്പര്യം എൻ്റെ മോനുണ്ട്. അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ പലരെയും സഹായിച്ചിട്ടുണ്ട്, പലരും കൊടുക്കൽ വാങ്ങൽ ഇങ്ങോട്ട് കൊടുക്കാനുമുണ്ട്. അപ്പോൾ അതിനകത്ത് കൊടുക്കുന്നതിനകത്ത് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി എൻ്റെ മോൻ എന്ത് വേണം ചെയ്തോട്ടെ, അതെനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിന് ഞാൻ അങ്ങോട്ട് സഹായം നിൽക്കാൻ താല്പര്യമുള്ള വ്യക്തി. എന്താ അമ്മ പറയാനുള്ളത്? സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. എപ്പോഴറിഞ്ഞേ? അറിഞ്ഞത് മോൻ എന്നോട് അന്നേരം തന്നെ പറഞ്ഞായിരുന്നു. പിന്നെ ഇന്നലെ കല്യാണമായിരുന്നു, മെനഞ്ഞാന്ന് സ്വീകരണമായിരുന്നു. സ്വീകരണത്തിൻ്റെ അന്ന് വൈകിട്ട് അറിഞ്ഞത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരെയും അറിയിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് 3 മക്കളാണ് എനിക്ക്. 3 പേരെയും വളർത്തി കല്യാണം കഴിപ്പിച്ച് അവർക്ക് കൊടുക്കാനുള്ള സാമ്പത്തികം കൊടുത്ത്, ഇളയവന് കുടുംബം കൊടുത്ത്, വേറൊരു മോനുണ്ട് അവന് വസ്തു വാങ്ങിച്ചു കൊടുത്ത്, ഒരു മോളുണ്ട് അതിനെ കല്യാണം കഴിച്ചതിന് ഇത് കൊടുത്ത്. ചേട്ടന് ഇഷ്ടിയായിരുന്നു. മഴയായാലും വെയിലായാലും എല്ലാം കഷ്ടപ്പെടാൻ പോകുമായിരുന്നു. ഒരു വർഷത്തിൽ 3 ദിവസമേ വീട്ടിൽ നിൽക്കത്തുള്ളായിരുന്നു, തിരുവോണം ഔട്ടവും ചതയും. ബാക്കി എല്ലാ ദിവസവും മഴയായാലും വെയിലായാലും പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ച്. ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഞങ്ങൾ സന്തോഷിക്കാൻ ജീവിച്ചിട്ടില്ല.
മക്കൾക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിച്ച അച്ഛനും അമ്മയും. ഇപ്പം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം എൻ്റെ മക്കൾ നല്ലോണം. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞത് ഞങ്ങൾ ജീവിച്ച ദുഃഖം നമ്മുടെ മക്കൾക്ക് വരില്ലെന്നാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ എല്ലാത്തിനും മുന്നിൽ എൻ്റെ മാലിമേ തമ്പുരാട്ടിയാണ് ഞങ്ങളുടെ തുണ. എന്ത് സന്തോഷം വന്നാലും ദുഃഖം വന്നാലും അമ്മയെ വിളിച്ചിട്ടുള്ള കാര്യമേ ഉള്ളൂ. അത് അമ്മ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് സാധിച്ചു തരും. 3 മക്കളുടെ കല്യാണവും 2 വർഷം കൂടിയിരുന്ന് അമ്മയുടെ കാരണത്താൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കല്യാണം കഴിച്ചു വിടാൻ സാധിച്ചതിൽ ഭഗവതിയുടെ അങ്ങേയറ്റത്തെ കടപ്പാടും നന്ദിയുണ്ട്. ഓക്കെ അമ്മ. തീർച്ചയായിട്ടും ഭാഗ്യശാലിയുടെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെ തന്നെയാണ്. വളരെ സന്തോഷത്തിലാണ് ആ കുടുംബം. അതിരാവിലെയാണ് ഈ ഭാഗ്യം വിവരം തന്നെ വീട്ടുകാർ അറിയുന്നത് എന്ന് നമ്മൾ കരുതുന്നു. എന്നാലും ആ വീട് വളരെ സന്തോഷത്തിലാണ്. ഭാഗ്യവാനും ആശംസകൾ നേരുകയാണ്. ക്യാമറമാൻ വിഷ്ണു ഡിക്കൊപ്പം MS ശംഭു, 1 ഇന്ത്യ.